ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നാട്ടോ ഫസ്റ്റ് GIB സൈലത്തിൻ്റെ ഫസ്റ്റ് GIB വരുന്നത്. അതായത് ഇന്ന് 28-ാം തീയതി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പേപ്പർ ഹോൾ ടിക്കറ്റിൻ്റെ ആണ്. ഹോൾ ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നു. പിന്നെ അതിന് മുന്നേ എക്സാമിന് പോകുന്നതിന് മുന്നേ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ലെക്ചർ നോട്ട്, അതുപോലെ ഷോർട്ട് നോട്ട്, പിന്നെ ക്ലാസ്സിൻ്റെ സ്ലൈഡ് ഒക്കെ വെച്ചാണ് ജസ്റ്റ് സ്പീഡൊന്ന് റെഫർ ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ എക്സാമിന് പോയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കോഴിക്കോട് എക്സാം സെൻറ്ററിന് ചൂസ് ചെയ്തത്. അവിടെ പോയി അവിടെ കുറഞ്ഞ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ അവിടെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര നല്ല തിരക്കേന്. അതായത് JE ബാച്ച് ജയിക്കാരുണ്ട്, അതുപോലെ +1 +2 സൂപ്പർ കിങ്സുകാരുണ്ട്, പിന്നെ ഫിനിക്സ്, ധീര, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ കോഴിക്കോട് എക്സാം സെൻറ്റർ ഭയങ്കര തിരക്കേന്. അപ്പോൾ ഞങ്ങളതുവരേക്കും കാത്തു നിന്ന്. പിന്നെ ഒരു എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേറ്റ അവിടെ സ്ഥലം ഫുള്ളായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വേറെ സെൻറ്ററിലേക്ക് അവരുടെ ബസ്സിൽ തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കുമല്ല, ഞങ്ങൾ പോയ ബാച്ച്, ഞങ്ങളെ ബസ് പോയത് ട്യൂഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 3 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു 6:30 വരെയാണ് എക്സാം ഉള്ളത് എന്ന്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കണ്ടാണ് അവിടെ എത്തുന്നത് തന്നെ. അപ്പോൾ 5:30ക്ക് എക്സാം കഴിഞ്ഞാൽ തന്നെ വീട്ടിലെത്തണമെങ്കിൽ നല്ല നേരം വൈകും. 8 മണി ആ ടൈമൊക്കെ ആവും. അപ്പോൾ അവിടെ 6:30 വരെ എഴുതിക്കൂടി എന്നാണ് പറഞ്ഞത്. ഇനി അഥവാ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ ആ 5:30 ടൈം ആകുമ്പോൾ പോകാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാം അങ്ങനെ 3 മണിക്കാണ് എക്സാം തുടങ്ങി. അതുവരെയൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കണ്ട് 3 മണിക്ക് എക്സാം തുടങ്ങി. ഒരു 5:30 വരെയാണ് ഞാൻ എക്സാം എഴുതിയത്. എനിക്ക് 6:30 വരെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് നല്ല ലേറ്റ് ആവും. അഥവാ ബസ് കിട്ടാഞ്ഞാൽ പിന്നെയും കോഴിക്കോട് കുടുങ്ങലേക്കാരം. അപ്പോൾ ജസ്റ്റ് ഞാൻ 5:20 ആയപ്പോൾ തന്നെ സാധാ എക്സാം കഴിയുന്ന നേരത്തെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ കെമിസ്ട്രിയിലേക്ക് കടക്കണുള്ളതിന് ബാക്കിയൊക്കെ അറ്റൻഡ് ചെയ്ത് കണ്ട് ബയോളജിയും ഫിസിക്സൊക്കെ അറ്റൻഡ് ചെയ്ത് കണ്ട് കെമിസ്ട്രിയിലേക്ക് കടക്കുന്നുള്ളതിന്. പിന്നെ കെമിസ്ട്രി എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പേപ്പർ കൊടുത്ത് എന്നിട്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം എന്നും സാധാ ഇറങ്ങുന്ന ടൈമിൽ തന്നെയാണ് എത്തിയത്. അപ്പോൾ 6:30 ആണെങ്കിൽ ഇറങ്ങണ തന്നെ നല്ല നേരം പോകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിക്കോട് ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങൾ നടക്കാവ് സ്കൂളിലേന് അവിടെ നിന്നാണ് ഞങ്ങളെ മാറ്റിയത്. അവിടെയൊക്കെ സീറ്റ് ഫുള്ളായി നിറഞ്ഞപ്പോൾ ഇനി. അപ്പോൾ ഇനി ആരെങ്കിലും അവിടേക്ക് എക്സാം സെൻറ്ററിലേക്ക് കുറച്ചും കൂടി നേരത്തെ എത്താൻ നോക്കുക. കാരണം എക്സാം സെൻറ്ററൊക്കെ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഞങ്ങൾ പോയ എക്സാമിൻ്റെ സെൻറ്റർ ഇവിടുന്ന് പിന്നെ ഞങ്ങളെ മാറ്റി അവരുടെ ബസ്സിലാണ് കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും ബസ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവരുടെ സൈലത്തിൻ്റെ ബസ് തന്നെയാണിത്. അതിൽ ഞങ്ങളെ കൊണ്ടുപോയത്. ഇതാണ് കേട്ടോ എക്സാമിൻ്റെ പേപ്പർ. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഞാൻ വീഡിയോ ആക്കിയാണ്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിത്ത് ആൻസർ കീ ഉണ്ടാവും ഇതിൻ്റെ ഒപ്പം. ഇത് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയാൽ, അതായത് ഹോം പേജ്, നമ്മുടെ ചാനലിൻ്റെ നെയിം ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലെത്തും. അവിടുന്ന് പ്ലേലിസ്റ്റിൽ സൈലൻറ്റ് GIB എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എക്സാമിന് എന്തെങ്കിലും ഇടയിൽ എന്തെങ്കിലും കെയർലെസ് ആയിട്ട് മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിലൊക്കെ അത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അടുത്ത എക്സാമിന് അതും കൂടി ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ അതൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് എക്സാം നല്ല രീതിയിൽ എഴുതാം. അപ്പോൾ കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞ് ഇനി ഒന്നും കൂടി അടുത്ത് ഈ ചാപ്റ്ററൊക്കെ ഒന്നും കൂടി കൂട്ടിങ്ങാണ്ടുണ്ടാവാനാണ് ഏറെയും സാധ്യത. അപ്പോൾ ചാപ്റ്ററിൻ്റെ എണ്ണം ഇനിയും കൂടും. അപ്പോൾ ഇത് ഇപ്പോൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തും കൊണ്ട് തന്നെ നിൽക്കുക. അല്ലാഞ്ഞാൽ ലാസ്റ്റൊക്കെ ഒക്കെ പോകും. പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിന് അവസ്ഥ സംഭവിച്ചത്. ഫസ്റ്റ് എക്സാമിൽ തന്നെ നല്ല സ്കോർ കിട്ടീന്. പിന്നെ അത് നെക്സ്റ്റ് എക്സാമിലേക്ക് വന്നപ്പോൾ
റിവിഷൻ്റെ കുറവ് കൊണ്ട് അതൊക്കെ മറന്നു. അപ്പോൾ നെക്സ്റ്റ് എക്സാം എല്ലാവരും അടിപൊളിയാക്കുക.